അയ്യോ പേര് ഞാൻ മറന്നു. ആണ് നിങ്ങളുടെ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ഒരു കുറച്ച് സെക്കൻഡ്സിൽ നിങ്ങൾ പറഞ്ഞു പിന്നെ അതിന്റെ ഹസ്ബൻഡ് ചേട്ടനോ ശ്രീവിദ്യ എന്നാണ് എന്റെ പേര്. നല്ല പേര്. നിങ്ങൾ വീട്ടിൽ എങ്ങനെയും സംസാരിച്ചു. പക്ഷെ അതിന്റെ ഹസ്ബൻഡ് ഞാൻ ഒരു പ്രൊഡക്റ്റ് അല്ല, ഞാൻ ഒരു ഇങ്ങനെ എന്താണ് ഒരു ചാക്ക അരിയോ അതിന്റെ എന്ന് പറയാൻ അങ്ങനെയല്ല. നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും. അതെന്താ ഞാൻ തറവാട്ടി പറഞ്ഞവനാ. അതിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളെ കേൾപ്പിക്കാം. അതാണ് അതിന്റെ ഒരു മര്യാദ. അത് ശരിയാ, അത് ശരിയാ. ഇതിന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് പോയേക്കുന്നത്. ഇത്രേ ഞാൻ പറഞ്ഞോളൂ. അത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. എനിക്കറിയില്ല ഇതിനകത്ത് കൊള്ളാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ്. മേ ബി എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമായിരിക്കും. ഞാൻ കൊല്ലക്കാരനാണ്. ഞങ്ങള് ഇതൊക്കെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ലാങ് ആണ്. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും. ഉറപ്പിക്കാവോ? ഞാനൊരു വീഡിയോ കാണിക്കാം ഗൈസ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചേട്ടാ അത് ലവ് അല്ല, അത് ബാക്കിന്റെ സിമ്പിൾ ആണ്. നിങ്ങളുടെ സ്ലാങ്ങിന്റെ പ്രശ്നമാണോ അത്? എനിക്കറിയില്ല. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഫാമിലി ആയിട്ട് ആൾക്കാർ ഇരുന്ന് കാണുന്ന ഒരു ഷോ ആണ്. അതിനകത്ത് വന്ന് പറഞ്ഞതാണ്. നമുക്ക് വേറെ വീഡിയോ കൂടെ കാണാം. തോറ്റിട്ട് നിൽക്കുന്ന അശോകനെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ എനിക്ക് തോറ്റു നിൽക്കുന്ന അശോകന്റെ മൂഡ് കാണാനാ രസം. ഇവനല്ല നേരത്തെ. നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും. ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പക്ഷെ എനിക്ക് തോറ്റു നിൽക്കുന്ന അശോകന്റെ മൂഡ് കാണാനാ രസം. അതെന്താ? തോറ്റു നിൽക്കുമ്പോ ചാട്ടയെടുത്ത് മൂട്ടിലെ സ്പോട്ടിൽ നോക്കി രണ്ടടി അടിക്കാലോ. എന്റെ പൊന്നേട്ടാ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇത് മൂഡ് ഔട്ടല്ലേ? എന്റെ എല്ലാ മാനവും പോയി. വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിങ്ങൾ ഇത്രയും സംസ്കാരമുള്ള അല്ലെങ്കിൽ ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ശുദ്ധിയായി സംസാരിക്കുന്ന നിങ്ങളുടെ വായിന്ന് വീണതാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പ്രിയപ്പെട്ട ശ്രീ വിദ്യ സ്വന്തം സംസ്കാരവും സംസാരവും അതിനകത്തൊരു ശുദ്ധി വരുത്തിയിട്ട് ബാക്കിയുള്ളവരെ പറയാൻ വന്നിരുന്നാൽ കുറച്ചും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി.